ഇപ്പോൾ ഭാനുപ്രകാശ് കൂടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പോൾ അതിലൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് ഈ കഥയില്ലത് ജീവിതം എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ജനങ്ങൾക്കിടയിലുള്ള ഒരു സ്വാധീനമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടെലിവിഷൻ, ഇന്ത്യയിലെ ലോക ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒരു സംരംഭം ആദ്യമായിട്ടും ഏറ്റവും യുണീക്കുമായിട്ടുള്ളതാണ്. ഇതൊക്കെ ലീഗൽ വാലിഡിറ്റി ഉള്ള വേറെ ഒരു പ്രോഗ്രാമും ഇല്ല. പലതും പറയുന്നു ചേരുന്നു, ഇല്ലെങ്കിൽ കേസ് പറയുന്നു. ഇതിലതല്ല. ഇതിൽ ആ കെൽസായി എന്നുള്ള ആ ലീഗൽ സർവീസസ് അതോറിറ്റി ഉള്ളതുകൊണ്ട് ജഡ്ജും അല്ല ഇവിടുത്തെ അതിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ആ വ്യവസ്ഥകളിൽ നിന്നും പിന്മാറാൻ പറ്റില്ല. ആ വ്യവസ്ഥകളിൽ നിന്ന് സുപ്രീം കോർട്ടിലേക്ക് പോലും അപ്പീലും ഇല്ല. ദിസ് ഈസ് ദ ഫൈനൽ വേർഡിക്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ പിന്മാറിയാൽ അറസ്റ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ഡെപ്ത്, അതുകൊണ്ടാണ് ആ പ്രോഗ്രാമിന് ഇത്രയും പ്രസക്തിയും വരുന്നത്. ആ ഒരു ഇതാണ് എന്നെ കൂടുതൽ ഇതിൽ ആകർഷിച്ചത്. അങ്ങനെ പത്മരാജൻ്റെ മകൻ, വൈഫ് എൻ്റെ ചെറിയമ്മയാണ്. മകനാണ് എന്നെ വിളിച്ചു പറഞ്ഞത്, ചേച്ചി എല്ലാവരും വിളിക്കുമ്പോൾ ഒട്ടനെ തന്നെ പറ്റില്ല എന്ന് പറയണ പോലെ ഇത് പറയരുത് ചേച്ചി, ഇതൊന്ന് കേൾക്കൂ, മുഴുവനും കേട്ടതിന് ശേഷം പറ്റില്ല എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ പപ്പൻ പറയണമുണ്ട് ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ എൻ്റെ പ്രൊഡ്യൂസർ വിളിച്ച് സംസാരിച്ച സമയത്ത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു മോൾ ചെയ്യൂ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്, മോൾ ചെയ്യൂ എന്ന് പറഞ്ഞു. ഇത് പിന്നെ ഞങ്ങളൊരു 2 മണിക്കൂറുള്ളൊരു ഡിസ്കഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ചെയ്യാം എന്ന്. എന്നിട്ടും 2 ദിവസം ഞാൻ എടുത്തു തീരുമാനിക്കാൻ. കാരണം എനിക്ക് പറ്റുമോ പറ്റില്ലേ, ക്യാൻ ഐ ഹാൻഡിൽ ഇറ്റ് എന്നുള്ള ഒരു ടെൻഷനായിരുന്നു. അതിൻ്റെ ഒരു ഒരാളുടെ ജീവിതം വെച്ചാണ് ഞാൻ കളിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഇറ്റ്സ് എ വെരി വെരി സീരിയസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ടോട്ടലി നമ്മൾ അതിൽ ശ്രദ്ധിച്ചിരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന, അത് ഫുൾ കോൺസെൻട്രേഷനിലേക്ക് വെച്ചാൽ ഒരു വാക്കിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വന്നിരിക്കുന്ന ആൾ നുണ പറയാമെന്ന് നമുക്ക് മനസ്സിലാവുക. നമുക്ക് ഏതായാലും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പറയുന്നതിന് മുമ്പ് ആ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കാം. അടുത്തായി സ്വാഗതം ചെയ്യാം കഥയല്ലത് ജീവിതം എന്ന പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ സുഭാ സുധാകരൻ. സുഭാനെ ക്യാമറയ്ക്ക് മുമ്പിൽ കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ചില സമയത്ത് ഈ നമുക്ക് ഡൊണേഷൻസ് വരും. ഈ നമ്മൾ കേസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാഷ് കൊടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരെയും വിളിക്കും സ്റ്റേജിലേക്ക്, ഇദ്ദേഹം മാത്രം വരില്ല. അല്ല വലിയ കാര്യമല്ലേ, കാരണം ഇതുപോലെ ഒരാൾ ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ളത് ജനത്തിൽ അറിയില്ല എന്നുള്ളതാണ്. കാരണം ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ ഇറ്റ്സ് നോട്ട് ഈസി. അടിപിടിയാണ് ഇതിലത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഫ്ലോറിലും അടിപിടി ഉണ്ടാവും, ചില സമയത്ത് പുറത്തും അടിപിടിയാവും. ഈ 2 കൂട്ടരെയും പരസ്പരം കാണാതെയൊക്കെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അവർ നേരിട്ട് കാണുന്നത് ചേച്ചിയുടെ മുന്നിൽ വെച്ചിട്ടാണ്. ചേച്ചിയുടെ ഒരു കൺട്രോളിലാണ് ആണല്ലേ. ഓ അത് ശരി ശരി. രണ്ടുപേരും അത്രയ്ക്ക് പാമ്പുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുക. ഇത് ആക്ച്വലി ഈ ആൾക്കാരെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ആദ്യമൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു. ഇപ്പം ദിവസം ഒരു 10-100 കത്തെങ്കിലും വരുന്നൊരവസ്ഥയാണ്. അത് നിങ്ങൾ സെലക്ട് ചെയ്യും? ആദ്യം സെലക്ട് ചെയ്തിട്ട് അത് തന്നെ വലിയൊരു ജോലിയല്ലേ. സെലക്ട് ചെയ്തിട്ട് പിന്നെ പോയി ഞങ്ങൾ റിസർച്ച് വിങ് ഉണ്ട്. അവർ പോയി അന്വേഷിച്ച് ഒരു അത്യാവശ്യം ഒരു ധാരണ ഉണ്ടാക്കും. ആദ്യം ആര് പറയുന്നതാണ് ശരി എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്നുള്ള അറിയില്ല. അല്ല, ഏറ്റവും രസം എന്താ വെച്ചാൽ ഇപ്പോൾ വന്നിട്ട് പറയും ചേച്ചി ഇതാണ് കേസ്, ഇതാണ്, അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെയാണ് ഇതെങ്ങനെയാണെന്ന് പറയും. ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് നേരെ മറിച്ച് അവർ പറയും. അതിപ്പോൾ ഇന്നാളത്തെ ആ കേസ് തന്നെ അയാൾ കല്യാണക്കാര്യം പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഒരേ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, ആദ്യത്തെ ഭാര്യ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണോ 2ാമത്തെ കല്യാണം കഴിച്ചതോ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഉറപ്പ് വരുത്തിയിട്ടാന്ന് പറഞ്ഞു. 2004 കല്യാണം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അയാളുടെ കഥയൊക്കെ കഴിഞ്ഞു. അവസാനം വന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഭാര്യ മരിച്ചിട്ടുള്ളത് 2005. അപ്പൊ അയാൾ ഫുൾ പറഞ്ഞു നുണയാണ്. അതിൽ പിടിച്ച് അയാളെ ക്രോസ് ചെയ്തപ്പോൾ സത്യമൂർത്തിക്കും. നമ്മുടെ ഒരു ധൈര്യം എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ടെൻഷനൊന്നുമില്ല. കാരണം ഈ പറഞ്ഞ പോലെ PCR നമ്മൾ കട്ട് ചെയ്ത് പറയണം എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ചേച്ചി അതിൽ കൊളുത്തിക്കോളും കൃത്യമായിട്ട്. ഇപ്പോൾ 500 എപ്പിസോഡായി എന്ന് പറഞ്ഞു. അത് തന്നെ ഒരു വലിയൊരു ഹിസ്റ്ററിയാണ്. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം 500 എപ്പിസോഡിൽ എത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് വലിയ വൈഷമ്യമുള്ളൊരു പ്രശ്നമാണെന്ന് തോന്നിയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലേ? തോന്നിയിട്ടില്ല. ശരിക്കും ഓരോ ഇതും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസസ് ചാലഞ്ചാണ്. നമുക്ക് ഓരോ ദിവസം ചാലഞ്ചാണ്. ചിലപ്പോൾ ഞാനും സുബിയും പറയും ഈ കേസ് ചേരുണ്ടോ ചേച്ചി,
ഒരു ഭാര്യ ഭർത്താവ് ഒന്നായി പോകുമെന്ന് പറയും. അവസാനം ഇവിടുന്ന് അടിച്ചു പിരിഞ്ഞു പോകും. ചിലപ്പോൾ അവർ പറയും അടിച്ചു പിരിയും, ഒരു തരത്തിലും ചേരില്ല എന്ന് പറയുന്നത് ഇവിടുന്ന് സുഖമായിട്ട് കയ്യും പിടിച്ചു ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പം നമുക്ക് ഒട്ടും ഇന്നതായിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു പ്രധാനത ചിലപ്പോൾ കോടതിയിലാണെങ്കിൽ അവർ പല ദിവസങ്ങളായിട്ടാണ് ഈ മീഡിയേഷൻ നടത്തുന്നത്. നമ്മൾ ഒറ്റ ദിവസത്തിൽ ഇവരിരുത്തി സംസാരിച്ച് ഇത്ര ഓർത്തിരിക്കണം എന്നുള്ളതാണ്. നമ്മളവിടെ ഇരുന്നിട്ട് പോലും ഈ പേരുകളും ഈ മാറിപ്പോകും. ഒരേ പേരുള്ള രണ്ടുപേരൊക്കെ രണ്ട് സൈഡിലും കാണും. അതൊക്കെ ഓർത്തിരി അത്രയും ഒരു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരും ഇവിടെ ബഹളം ഉണ്ടാക്കും, പുറത്ത് വന്നിട്ട് ബഹളം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഏതെങ്കിലും പാർട്ടീസ് വന്നിട്ട് ചീത്ത വിളിച്ചിട്ടുണ്ടോ? പിന്നെ കുറച്ച് ദിവസം മുമ്പ് ആ ഒരു മുസ്ലിം സ്ത്രീ വന്നിട്ട് ഷി വാസ് നോട്ട് നോർമൽ, അവർക്ക് ഇത്തിരി എന്തോ പ്രശ്നമുണ്ട്, എന്നിട്ട് അടിക്കാനൊക്കെ പോയി. ഞാൻ പിടിച്ചിട്ട് പ്രോഗ്രാം കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞ് ഭർത്താവ് വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയിരിക്കുക. എന്നിട്ട് ഭർത്താവും മറ്റേ പെണ്ണും വന്നിരിക്കുന്നുണ്ട്, ഈ സ്ത്രീ മുമ്പിലിരിക്കുക. അതാ ഇടക്കണ്ണിട്ട് വന്ന് ചാടിയൊക്കെ പിടിച്ച് ഞാൻ പിടിച്ചിരുത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞ് പ്രോഗ്രാം ഷൂട്ട് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു ചാട്ടം ചാടി ഇരിക്കണോ കുട്ടി. ഞാൻ കയറി പിടിച്ചിട്ടൊന്നും നടക്കില്ല. അവസാനം അമൃതയിലത്തെ ക്യാമറാമാൻ ഒരാൾ വന്നിട്ടാണ് സൗണ്ടിലത്തെ മറ്റേ പിടിച്ച് തൂക്കി അങ്ങോട്ട് കൊണ്ട് കൊല്ലാൻ പോവാണ്. മറ്റേ കഴുത്ത് പിടിക്കാൻ പോവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം സൂസൈഡ് ചെയ്യാൻ നോക്കി. അതൊക്കെ ഭയങ്കരമായിട്ടാണ്. പിന്നെ ഒരു 4 ബ്രദേഴ്സിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കുറേ ദിവസം ഹാൻഡിൽ ചെയ്തതാ, ഫോളോ അപ്പ് ഒക്കെ വേണ്ടി വന്നു. അവർ 4 പേരും നല്ല ഓരോരുത്തരും 3-4 കല്യാണം കഴിച്ചിട്ടുള്ളവരാണ്. അവരെല്ലാവരും വന്നിരിക്കുക, എല്ലാവരും കൺഫ്യൂഷൻ ആയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു ആരെങ്കിലും കത്തിയെടുക്കുകയാണെങ്കിൽ എനിക്ക് ചാടി ഓടാൻ പോലും പറ്റില്ല. അവരത്രയും ദേഷ്യത്തിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ശരിക്കും സെന്റിമെന്റ്സ് ഭയങ്കരം. നമ്മള് ഇത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി പൊട്ടിക്കരയുന്ന ചില കുട്ടികളൊക്കെ ഈ അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങി പിരിയുന്നതായിരിക്കും. അവസാനം ഒരുമിക്കാത്ത കേസിൽ കുട്ടികളൊക്കെ അച്ഛന്റെ കാല് വീണ് കരഞ്ഞ് പുറത്ത് വന്നിട്ട് ആ കുട്ടികൾ നിലത്ത് വീണ അച്ഛാ ഞങ്ങളുടെ കൂടെ വരൂ അച്ഛാന്ന് പറഞ്ഞിട്ട്. ആ സിനി സൈമനാണെങ്കിൽ ഹിസ്റ്ററിക്കലായി, ഒന്ന് വിട്ടുതാടി എൻ്റെ ഭർത്താവിനെ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനോട് നിലവിളിച്ച് കാറിൽ പോയി ഗേറ്റ് കടന്നിട്ട് ഞങ്ങൾക്ക് നിലവിളി കേൾക്കണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ പല സ്ഥലത്തും ചേച്ചി വളരെ വയലന്റ് ആയിട്ടൊക്കെ കാണുമല്ലോ. കണ്ടിട്ട് ആൾക്കാർ ഇത്രയും ദേഷ്യക്കാരിയ ഒരു ആളാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ലെറ്റേഴ്സ് അമൃതയിലേക്ക് എത്രയാ വരുന്നതെന്നറിയോ? ഭീഷണി വന്നിട്ടുണ്ടോ? ഇല്ല, അത് എന്റെ ഇമെയിൽ ഐ ഡി ആരടുത്തും ഇല്ല. അമൃതയിലേക്ക് നമ്പർ പോലും ആർക്കും കൊടുക്കാറില്ല. പക്ഷെ അതുകൊണ്ട് എന്താ വെച്ചാൽ ചേച്ചിയെ വിളിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ ഫോണിൽ വിളിക്കാറുണ്ട്. ചേച്ചി ആവശ്യപ്പെട്ടിട്ട് ഞങ്ങളൊരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്, അപ്പോൾ അതിലോട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ ചേച്ചിയെ കിട്ടാറില്ലല്ലോ. അതുകൊണ്ട് എന്താ വെച്ചാൽ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ രാവിലെ ബസ് കയറിയോ അല്ലെ ട്രെയിനിലോ ഇങ്ങ് പോരുകയാണ്. രാവിലെ ഇവിടെ വന്നാൽ ചേച്ചി ഇവിടെ ഉണ്ടെന്നാണ് എല്ലാവരുടെയും. ഇത് ഫുൾ ടൈം കാണുകയാണ്. എല്ലാ ദിവസവും ചേച്ചി ഇവിടെ തന്നെ ഉണ്ട്, കണ്ട് പരാതി പറഞ്ഞ് പരിഹരിച്ചു പോകാം എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഒരാളുടെ ജീവിതം രക്ഷപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഒരു പ്രശ്നം നമുക്ക് തീർത്തു കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഞാൻ ഇതൊരു എന്താ പറയുക, ഒരു മഹത്തായ ഒരു കാര്യമായിട്ട് എന്നാൽ കഴിയുന്നത് അതെങ്കിലും സാധിക്കണേ എന്നുള്ളതാണ്. ആ ഒരു ചിന്തയാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖലയാണ് ഈ കൗൺസിലിംഗ്. ഇപ്പോൾ ഇത്രയും എപ്പിസോഡ് ചെയ്തതിൽ ഏറ്റവും ടച്ചിങ് ആയിട്ട് മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും പെട്ടെന്ന് ആരെക്കുറിച്ചെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് 1-2 കേസുകൾ ഈ പറഞ്ഞ പോലെ കമൽ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. ഒന്ന് ധന്യ എന്ന് പറഞ്ഞ റിപ്പർ സുരേന്ദ്രൻ്റെ വൈഫ്. ആ കുട്ടി 9 കേസിൽ പ്രതിയാണ് ഈ സുരേന്ദ്രൻ. അതിലൊരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ 8 കേസിലും എളുപ്പം 6 കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുക. 16-ാമത്തെ വയസ്സിൽ ഏട്ടൻ തല്ലി എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കൂടെ ഇറങ്ങിപ്പോയത്. 22 വയസ്സാകുമ്പോഴേക്ക് 2 മക്കളുമായി, ഭർത്താവ് ജയിലിലുമായി. ഈ കുട്ടിക്ക് ജീവിക്കാൻ വഴിയില്ല. ഇയാളുടെ ഭാര്യ എന്നുള്ള രീതിയിൽ സമൂഹം അതിന് പുറമെ ബന്ധുക്കളൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പെണ്ണ്, അച്ഛനും അമ്മയും ഇല്ല, ബ്രദേഴ്സ് ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് ആ പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ സമൂഹത്തിലുള്ള മാന്യന്മാർ ചിലർ വന്ന് വാതിലൊക്കെ മുട്ടുക ഇത്യാദികളെല്ലാം ഉണ്ടായിരുന്നു. ആ കുട്ടി കേസ് ഇവിടെ വന്നിട്ട് ആ പൊട്ടിക്കരഞ്ഞുകൊണ്ടായ എനിക്ക് പറയാം, എൻ്റെ മോൾ എൻ്റെ മുമ്പിലിരുന്ന് കരയണ പോലെ എനിക്ക് തോന്നിയത്. എന്നിട്ട് ആ കുട്ടി ഞാൻ ഒരു പ്രൈവറ്റ് സെഷൻ, ഞങ്ങൾക്ക് ചിലപ്പോൾ അവർക്ക് പലതും ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് സെഷൻ കൊടുക്കും. അപ്പോൾ അവിടെ പോയിരുന്നപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ കേട്ടൊന്ന് ഞെട്ടിപ്പോവും നമ്മൾ. അങ്ങനെയുള്ളത് ഇയാൾ പ്രതിയാക്കപ്പെട്ടിരിക്കുകയാണ്.
അതിൻ്റെ ആൾക്കാർ മുഴുവൻ ആ കുട്ടിക്ക് അറിയാം, പക്ഷെ ഹെൽപ്ലെസ്സാണ്. അങ്ങനെയുള്ള ഒരു ഇതാണ് സംഭവമാണ്. ആ കുട്ടിക്ക് ഒരുപാട് ക്യാഷ് വന്നു. ആ കുട്ടി ആ ക്യാഷ് മേടിച്ചിട്ട് അന്ന് ഇവിടെ കരച്ചില്ല. ഇന്ന് ആ കുട്ടിക്ക് സ്വന്തം വീടായി, ജോലിയായി. അത് എങ്ങനെ പ്രേക്ഷകർ അയച്ചുകൂടാ? 3 ലക്ഷം ഉറുപ്പിക കളക്ട് ചെയ്തത്. സമൂഹം മാറ്റി നിർത്തിയിരുന്ന ഒരാൾക്കാണ് പ്രേക്ഷകർ ഇത്രയും സഹായം എവിടുന്നൊക്കെയാ വന്നതെന്നറിയാം. വലിയൊരു നന്മയാണ്. എത്ര പേർക്ക് ക്യാഷ് രേവതിക്ക് ഇപ്പം ജോലിയൊക്കെ ആയി. നാളെ ആ കുട്ടിയുടെ ഇവിടെ വന്ന കേസാ. അതില് റിയാലിറ്റി ഷോ എന്നവര് നമ്മളുടെ പേര് വെച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ ഇതായി. അതെ, വേറെ ചെയ്യില്ലല്ലോ. അത് എഴുതിയിരുന്നു അതിനെ കുറിച്ചിട്ട്. ഇത് കണ്ടിട്ട്, ഈ പ്രോഗ്രാം കണ്ടിട്ട് അഷ്ടമൂർത്തി വേറൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു കുട്ടിയെ കുറിച്ചിട്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് സഹായം കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്, പൈസയായിട്ടും ഇതായിട്ടും. ഈ ധന്യയ്ക്ക് ഒരു അമ്മ, അവര് അഡോപ്റ്റ് ചെയ്ത പോലെ ഒരു അമ്മയുണ്ട് ഇപ്പോൾ അവർക്ക്. എന്തായാലും ഈ പ്രോഗ്രാം ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ തുടരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അതോടൊപ്പം തന്നെ തുടരില്ലെന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം സമൂഹത്തിൽ ഇങ്ങനത്തെ ആൾക്കാർ ഇല്ലാതിരിക്കട്ടെ. കാരണം അതും ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. അത് വലിയൊരു ദുഃഖമല്ലേ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാർ വരിക, എന്താ പറയുക, ഇടവരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ദിവസം അത് കൂടി വരികയാണ്. എത്ര ലെറ്റേഴ്സ് വരുന്നതെന്നറിയാം. വളരെ സന്തോഷം.